അപ്പോൾ ദ ഫാം സിൻഡിക്കേറ്റിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ സീരീസ് തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കാര്യമാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ടതെന്നുള്ളത്. 1 വെള്ളം, 2 കറണ്ട്, 3 പ്രൊട്ടക്ഷൻ അഥവാ ഫെൻസിങ്. അപ്പോൾ അതിൽ കറണ്ടും വെള്ളവും നമ്മൾ ഓൾറെഡി സക്സസ് ആക്കി അത് ഞാൻ എപ്പിസോഡാക്കി ഇട്ടിട്ടുണ്ട്. അടുത്തതാണ് ഫെൻസിങ്. അപ്പോൾ നമ്മൾ ഫെൻസിങ്ങിൻ്റെ വർക്ക് തുടങ്ങാൻ പോവാണ്. ഞാൻ ഓൾറെഡി ഒരു 4-5 ഇതിൻ്റെ ചെയ്യുന്നവരെ എടുത്ത് പോയി ഡീറ്റെയിൽസ് എടുത്ത് കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. മൊത്തം 270 മീറ്ററാണ് എനിക്ക് മൊത്തം ഫെൻസിങ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് വരുന്നത്. അതിപ്പോൾ നമുക്കിപ്പോൾ ടാറ്റ വയറോണിൻ്റെ 4.4 എന്ന് വെച്ചാൽ 4 ഇഞ്ച് വീതി നീളം ഉള്ള സ്ക്വയർ വരുന്ന ഫെൻസിങ് ആണ്. ടാറ്റ വയറോണിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കോൺക്രീറ്റിൻ്റെ കാലും വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ മൊത്തം 480 റുപ്പീസ് പെർ മീറ്ററാണ് നമുക്ക് മൊത്തം കോസ്റ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടി പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മുന്നിൽ 2 വലിയ ഗേറ്റ് വെക്കുന്നുണ്ട്. 2 വലിയ ഗേറ്റ് ഇൻ ദ സെൻസ് 2 ഡോർ വരുന്നൊരു ഗേറ്റ് വെക്കുന്നുണ്ട്. പിന്നെ 3 ചെറിയ ഗേറ്റുകൾ ആൾക്കാർക്ക് പോകാൻ പറ്റുന്നത് 3 ഗേറ്റുമാണ് മൊത്തം വെക്കുന്നത്. ഒന്ന് നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത്, പിന്നെ താഴ്ത്തണം, മുകളിൽ അങ്ങനെ 3 ഗേറ്റുമാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് 1,40,000 അടുത്താണ് നമുക്ക് മൊത്തം കൊട്ടേഷൻ തന്നിട്ടുള്ളത് 470 പെർ മീറ്റർ റേറ്റിൽ. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ വർക്ക് തുടങ്ങാൻ ഇന്ന് വന്നിട്ട് അവർ വന്നിട്ട് നമ്മുടെ ഫുൾ കോൺക്രീറ്റ് സ്റ്റാബ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇടും. അതിനുശേഷം ഈ സാറ്റർഡേ വർക്ക് തുടങ്ങി ഫുൾ ഫെൻസിങ് എടുക്കും. ഫെൻസിങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഏരിയ ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കിട്ടുകയാണ്. സോ ലെറ്റ്സ് ഡു ദ ഫെൻസിങ്. കയറി അല്ലാതെ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫെൻസിങ്ങിൻ്റെ വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. 2ാമത്തെ ദിവസമാണ്, നല്ല മഴയാണ്. ഫസ്റ്റ് ദിവസം നിങ്ങൾ ഓൾറെഡി കണ്ടാണ് വണ്ടിയൊന്നും മുകളിൽ കയറുന്നില്ലായിരുന്നു. അപ്പോൾ ജിമ്മിയൊക്കെ കെട്ടി വലിച്ചിട്ടൊക്കെയാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. എന്നാലും നല്ല ഹെവി ലോഡായിരുന്നു. ഇതിപ്പോൾ മൊത്തം 260-270 മീറ്ററാണ് മൊത്തം ഫെൻസിങ്ങിൻ്റെ കാര്യം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി കാണാം ഫെൻസ് നമ്മൾ ചെയ്തിട്ടുള്ളത് 4x4 കണ്ണിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വർക്ക് ഏകദേശം തീരാനായിട്ടുണ്ട്. ഫുൾ ബോർഡർ നമ്മളിങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട്. വർക്ക് എന്തായാലും കൊള്ളാം. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇച്ചിരി വലിയ ഹോൾസ് ഈ പട്ടി പന്നിയൊക്കെ കയറുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളത് നോക്കണം. നമ്മൾ ചെയ്തവരോട് നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ച് നോക്കാം. സോ ഇറ്റ്സ് ഓൾ ഗുഡ് ടിൽ നൗ. അപ്പോൾ നമ്മുടെ എല്ലാ വർക്കും ഓൾറെഡി തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം മെയിനായിട്ടൊരു വലിയ ഗേറ്റും അതേപോലെ ചെറിയ 3 ഗേറ്റാണ് നമ്മൾ മൊത്തം വെച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം 271 മീറ്ററാണ് മൊത്തം നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അറൗണ്ട് 1,41,200 അറൗണ്ട് അല്ല 1,41,200 രൂപയാണ് മൊത്തം നമുക്ക് വന്നിട്ടുള്ള ചിലവ്. 2 ദിവസത്തെ വർക്കും നമ്മൾ തീർന്നിട്ടുണ്ട്. നമ്മൾ ഫുൾ എന്താ പറയുക നമ്മുടെ ഫാം ഫുള്ള് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ മുള്ളംപന്നി, പന്നി, പട്ടി ഇങ്ങനത്തെ സാധനങ്ങളും കയറില്ല. കഴിഞ്ഞ ദിവസം വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളായിട്ട് കൊക്കോ എല്ലുപൊടി ഇട്ടത് കാരണം പട്ടികളൊക്കെ വന്ന് ഫുള്ള് മാന്തി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതേപോലത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ തൊട്ടിട്ട് ഫാമിങ്ങിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറാം. സോ ലെറ്റ്സ് ഡു ദ ഫാം സിൻഡിക്കേറ്റ്.